ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രതീഷ് വിശ്വനാഥൻ. അദ്ദേഹം സംഘി അനുഭാവിയാണ്, അല്ലെങ്കിൽ RSSൻ്റെ ഒരു മൂത്ത കുട്ടപ്പനാണ്. എന്നാലും അദ്ദേഹം ഈയിടെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ മുസ്ലിം സ്ത്രീകളെ അവരുടെ അണികളോട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റ് ഇടുകയും അതിനെതിരെ നമ്മുടെ ഉസ്താദ് അൻസാരി സുഹരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഉസ്താദ് ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം. അല്ലയോ എൻ്റെ മുസ്ലിം സഹോദരിമാരെ, നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരാൻ പോകുന്ന വിരുന്നുകാരനെ കുറിച്ച് നിങ്ങൾ ആരും അറിഞ്ഞില്ല? ഷടാ, എന്ത് കഷ്ടമായി പോയി. ഒരു കത്തിലൂടെ പ്രതീഷ് ഏട്ടൻ അറിയിച്ചിരുന്നു. അതേന്നേ, നമ്മുടെ പ്രതീഷ് വിശ്വനാഥ് ഏട്ടനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിലെത്താൻ പോകുന്നു. ഒരു കസേര ഇട്ട് കൊടുത്ത് അദ്ദേഹത്തിന് സ്വീകരിക്കണം. അദ്ദേഹം കത്തിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, പെണ്ണുടലുകളും കൂടി അദ്ദേഹത്തിന് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് സന്നദ്ധമായിട്ടുള്ള ആരൊക്കെയാണെന്ന് വെച്ചാൽ അറിയിക്കണം. ഏതായിരുന്നാലും ചേട്ടൻ നമ്മളോട് കത്തിലൂടെ എന്താണ് അറിയിച്ചതെന്ന് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. മുസ്ലിം സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയും മടിച്ചു നിൽക്കാതെ ഓരോ ഹിന്ദുവും സനാതന ധർമ്മ സംരക്ഷണ യുദ്ധത്തിൽ പങ്കാളികളാകുക. യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയാണ്. കുതിരപ്പുറത്തൊന്നുമില്ല കേട്ടോ, നടന്നാ വരുന്നത്. ചേട്ടൻ്റെ ഒരു പൊട്ടി ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ. ഈ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ നാം ചെയ്യുന്നത് എന്തും ധർമ്മമാണ്. ശത്രുക്കൾക്കെതിരെ, അഥവാ നമ്മളെ പോലെ സാധാരണ മുസ്ലിമുകളൊക്കെ അവരുടെ ശത്രുവാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദുക്കളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിന്ദുക്കളുടെ ശത്രു എന്നല്ല, പ്രതീഷ് ഏട്ടൻ്റെ മനോഭാവമുള്ള കുറേ ആളുകളുടെയും ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളൊക്കെയാണ്. അപ്പം ആ ധർമ്മ സംരക്ഷണ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുന്നത് എന്തും അത് ധർമ്മമാണെന്ന് അവർ പറഞ്ഞു. അവരുടെ സമ്പത്ത് വകകൾ, അതെ, നമ്മുടെ വീടും കുടുംബവും കോടാലിയും നമ്മുടെ പാത്രങ്ങളും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ വകയിരുത്താൻ കഴിയും. അതൊക്കെ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ശേഷം പറയുന്നത്, പെണ്ണുടലുകൾ എല്ലാം ധർമ്മയുദ്ധ പോരാളികൾക്കുള്ള ഭാരതാംബയുടെ സമ്മാനമാണ്. അതായത് എൻ്റെ പ്രിയപ്പെട്ട ഇത്തമാരെ, അപ്പോൾ പ്രതീഷ് ഏട്ടൻ കൂട്ടരൊക്കെ വരുന്ന സമയത്ത് പെണ്ണുടലുകൾ അത് ഭാരതാംബ അവർക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട പ്രതീഷ് ഏട്ടന് മുസ്ലിം സ്ത്രീ ഉടലുകൾ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അതൊരു ധർമ്മത്തിൻ്റെ ഭാഗമായിരിക്കും അല്ലേ? എനിക്കൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നിലവിൽ മുസ്ലിം സമൂഹത്തിന് ധാരാളം മക്കളുള്ളതും പ്രതീഷ് ഏട്ടനടക്കമുള്ള ആളുകൾക്ക് 1-2 പിള്ളേരുള്ളതെന്നുള്ള സങ്കടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ആവശ്യം വന്ന മക്കൾ വേണ്ടേ? അതിന് നമ്മുടെ ദണ്ഡ വേണ്ടേ? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കയറിയ ഞങ്ങളുടെയൊക്കെ ഉമ്മമാരെ കയ്യിൽ ഇതുപോലത്തെ കറുപ്പിച്ചാത്തി ഉണ്ടാവും. നല്ല മൂർച്ചയായിരിക്കും. നിൻ്റെ ഇന്ന് വരെ വെള്ളം തൊടാത്ത ഊഞ്ഞാണ്ടി ഉണ്ടല്ലോ, ഇതുണ്ടതേ ഉമ്മമാർ ഇതുപോലെ കഷ്ണിച്ച് വീട്ടിലോട്ട് വിടും. പിന്നെ ഈ വിലാപം മരിക്കുന്നവർ അവസാനിക്കത്തില്ല. മറ്റുള്ളവർക്കുണ്ടാകുന്ന പിള്ളേരെ കണ്ട് സങ്കടപ്പെടേണ്ടവർ നമുക്കിട്ട് പിള്ളേരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മര്യാദക്കൊക്കെ ആയാൽ കൊള്ളാം. പറഞ്ഞു കേട്ടാ, അഭിപ്രായങ്ങളും വിയോജിപ്പുകളും ഒക്കെ മാന്യമായിട്ടാകണം. മുസ്ലിം സ്ത്രീയുടെ ഉടലുകൾ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ എവിടെങ്കിലും ഒരു ശാഖയുടെ മൂലക്കിരുന്ന് നീ ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിക്കുന്നതിനപ്പുറത്തേക്ക് നീ കൈവച്ച പ്രതീക്ഷ കൂട്ടയിരുന്നുകൊണ്ട് നീ ഇതൊക്കെ പറയുള്ളൂ. നമുക്കറിയാം, ഇവിടെ പാവപ്പെട്ട ഹിന്ദു അതിന് സന്നദ്ധമാകത്തില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ള പാരസ്പര്യത്തോടു കൂടി എല്ലാ സമൂഹത്തോടും ഇഴകിച്ചേർന്ന് ജീവിക്കുകയാണ്. നീ ഈ പാവപ്പെട്ട മനുഷ്യരെ മൂപ്പിച്ചിട്ട് നീ ഊട്ട കയറിയിരിക്കും. അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നീ പെണ്ണുടൽ വേണമെങ്കിൽ നീ നേരിട്ടിറങ്ങടാ. അപ്പം കാണാം നിന്റെ പൂഞ്ഞാണ്ടി ഉണ്ടാകുന്ന അപ്പം കാണാം. അപ്പോൾ ഇവൻ്റെ ഈ പോസ്റ്റിനോട്, അതായത് ഈ നല്ലവരായ ഹൈന്ദവരൊക്കെ ഇതിനെ തള്ളിക്കളയുകയുള്ളൂ. പിന്നെ ഇവനെ പറ്റി ഇവൻക്ക് ഈ ഒരു മറുപടി കൊടുത്തതിൽ ഉസ്താദ് കാണിച്ച ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് വലിപ്പം കൂടിപ്പോയി. എന്തായാലും വലിപ്പം കുറഞ്ഞ ഈ സാധനം എടുത്തിട്ട് അങ്ങനെ തലപ്പ് നുള്ളിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും കേരളത്തിലെ ഓരോ സ്ത്രീകളും. അപ്പോൾ അത് ഇവന് നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം പോസ്റ്റുകൾ ഇടാൻ. വെറും വർഗീയത മാത്രം, അല്ലെങ്കിൽ വർഗീയത അഴിച്ചുവിട്ട് കേരളത്തിൻ്റെ സ്വൈരം കെടുത്താനാണ് ഇവനെ പോലത്തെ ഏമ്പോക്കികൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഉസ്താദ് കാണിച്ച സാധനം കുറച്ച് വലിപ്പം കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ വലിപ്പം കുറഞ്ഞ സാധനം എടുത്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യും. അപ്പോൾ ഇത്തരം പോസ്റ്റുകൾ കൊണ്ട് ഇനി വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.